അധ്യായം 95 അത്തീൻ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 8. നാമം. പ്രഥമ പദമായ അത്തീൻ തന്നെ ഈ സൂറയുടെ നാമമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഉള്ളടക്കം: രക്ഷാശിക്ഷകളുടെ സ്ഥിരീകരണമാണ് ഇതിന്റെ പ്രമേയം. അതിനുവേണ്ടി അഭിവന്ദ്യരായ പൂർവപ്രവാചകന്മാരുടെ ആഗമനസ്ഥാനങ്ങൾ പിടിച്ചാണയിട്ട് പറയുന്നു. അല്ലാഹു മനുഷ്യനെ വിശിഷ്ടമായ ഘടനയിലാണ് സൃഷ്ടിച്ചത്. മനുഷ്യരിൽ 2 തരക്കാരുണ്ടെന്നാണ് തുടർന്ന് പറയുന്നത്. ഒന്ന്, ഈ വിശിഷ്ട ഘടനയിൽ ജന്മം കൊണ്ട ശേഷം തിന്മയിൽ ആകൃഷ്ടരാകുന്നവർ. അങ്ങനെ അവർ അധർമ്മഗർത്തത്തിന്റെ ആഴത്തിൽ ചെന്ന് പതിക്കുന്നു. അതിനേക്കാൾ ആഴത്തിൽ മറ്റൊരു സൃഷ്ടിക്കും ചെന്നെത്താനാവില്ല. 2, സത്യവിശ്വാസത്തിന്റെയും സൽക്കർമ്മത്തിന്റെയും സരണി അവലംബിച്ച് ആ പതനത്തിൽ നിന്ന് മുക്തരാകുന്നവർ. വിശിഷ്ട ഘടനയിൽ ജന്മം കൊണ്ടതിന്റെ താൽപര്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഉന്നത സ്ഥാനത്ത് നിലകൊള്ളുന്നവരാണവർ. മനുഷ്യവർഗത്തിൽ ഈ 2 തരക്കാരും കാണപ്പെടുന്നുവെന്നത് അനിഷേധ്യമായ യാഥാർത്ഥ്യമാകുന്നു. മനുഷ്യ സമൂഹത്തിൽ ഏത് സ്ഥലത്തും സമയത്തും അത്തരക്കാരെ കണ്ടുവരുന്നു. ഒടുവിൽ ഈ സംഭവ യാഥാർത്ഥ്യത്തെ ന്യായമായി ഉന്നയിച്ചുകൊണ്ട് ചോദിക്കുകയാണ്: മനുഷ്യരിൽ തികച്ചും പരസ്പര വിരുദ്ധ സ്വഭാവത്തിലുള്ള ഈ 2 തരക്കാർ കാണപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ കർമ്മഫലത്തെ നിഷേധിക്കാൻ കഴിയുന്നതെങ്ങനെ? പാപഗർത്തത്തിൽ പതിച്ചു പോകുന്നവർക്ക് ശിക്ഷയും പുണ്യത്തിന്റെ ഉന്നതിയിലേക്കുയരുന്നവർക്ക് രക്ഷയുമില്ലെങ്കിൽ 2 കൂട്ടരുടെയും പരിണിതി ഒരുപോലെയാണെങ്കിൽ ദൈവിക നടപടികളിൽ ഒരു നീതിയുമില്ല എന്നല്ലേ അതിനർത്ഥം? എന്നാലോ വിധികർത്താവാകുന്നവൻ നീതിമാനാകണമെന്ന് മാനുഷിക പ്രകൃതിയും മനുഷ്യന്റെ സാമാന്യബുദ്ധിയും താൽപര്യപ്പെടുകയും ചെയ്യുന്നു. എന്നിരിക്കെ വിധികർത്താക്കളിൽ ഏറ്റവും വലിയ വിധികർത്താവായ അല്ലാഹു നീതി ചെയ്യുകയില്ല എന്ന് സങ്കൽപ്പിക്കാൻ കഴിയുന്നതെങ്ങനെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമദയാലുവും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. വത്തീനി വസ്സൈതൂൻ. അത്തിയും ഒലീവുമാണ് സത്യം. ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഹസൻ ബസ്വരി, ഇക്രിമ, അത്വാഉബ്നു അബി റബാഹ്, ജാബിർ ബിനു സയ്യിദ്, മുജാഹിദ്, ഇബ്രാഹിമുൻ നഖഈ തുടങ്ങിയവർ പറയുന്നു, അത്തി കൊണ്ട് വിവക്ഷ ജനങ്ങൾ തിന്നുന്ന അത്തി തന്നെയാണ്. ഒലീവ് കൊണ്ട് ഉദ്ദേശ്യം എണ്ണയെടുക്കുന്ന ഒലീവും. അബ്ദുല്ലാഹിബ്നു അബ്ബാസിൽ നിന്ന് ഈ അഭിപ്രായത്തെ പിന്താങ്ങുന്നതായി ഇബ്നു അബി ഹാത്തിമും ഹാക്കിമും ഒരു വാചകം ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ വ്യാഖ്യാനം അംഗീകരിച്ചവർ അത്തിയുടെയും ഒലീവിന്റെയും ഗുണവിശേഷങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്: ഈ വക പ്രയോജനങ്ങൾ പരിഗണിച്ചാണ് അല്ലാഹു ഈ 2 ഫലവൃഷ്ടങ്ങളെ പിടിച്ചാണയിടുന്നത്. ഒരു സാധാരണക്കാരനായ അറബി തീൻ, സൈത്തൂൻ എന്നീ പദങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അതിന് അറബി ഭാഷയിൽ സുപരിചിതമായ അർത്ഥങ്ങൾ തന്നെയാണ് മനസ്സിലാക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ അർത്ഥകൽപ്പനയെ വിലക്കുന്ന 2 കാരണങ്ങളുണ്ട്. ഒന്ന്, തുടർന്ന് ആണയിടുന്നത് തൂർ സീനായെയും മക്കയെയും സാക്ഷിയാക്കിയാണ്. 2 ഫലവൃക്ഷങ്ങളോടൊപ്പം 2 സ്ഥലങ്ങളെ പിടിച്ചാണയിടുന്നതിൽ ഔചിത്യമൊന്നും കാണുന്നില്ല. 2, ഈ 4 സംഗതികളെ പിടിച്ചാണയിട്ട് പ്രസ്താവിക്കുന്ന ആശയത്തെ തൂർ സീനായും മക്കാപട്ടണവും സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ 2 ഫലവൃക്ഷങ്ങൾ അതിനെ സൂചിപ്പിക്കുന്നില്ല. അല്ലാഹു ഖുർആനിൽ എവിടെയും ഏതെങ്കിലും വസ്തുവിനെ പിടിച്ചാണയിട്ടിട്ടുള്ളത് അതിന്റെ ഗാംഭീര്യത്തെയും പ്രയോജനത്തെയും ആസ്പദമാക്കിയല്ല. പ്രത്യുത ഓരോ സത്യവും ആ സത്യത്തിനു ശേഷം പറയുന്ന വിഷയത്തെ സാധൂകരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ 2 വൃക്ഷങ്ങളുടെ സവിശേഷ ഗുണങ്ങളാണ് അവയെ പിടിച്ചാണയിട്ടതിന്റെ ന്യായം എന്ന് കരുതാൻ നിവൃത്തിയില്ല. തഅബുൽ അഹ്ബാറും ഖതാദയും ഇബ്നു സയ്യിദും പറയുന്നു, തീൻ കൊണ്ടുദ്ദേശ്യം ദമസ്കസ് ആകുന്നു, സൈത്തൂൻ കൊണ്ടുദ്ദേശ്യം ബൈത്തുൽ മഖ്ദിസും. ഇബ്നു ജരീറും ഇബ്നു അബി ഹാത്തിമും ഇബ്നു മർദവഹിയും ഇബ്നു അബ്ബാസിൽ നിന്ന് ഇങ്ങനെ ഒരഭിപ്രായം ഉദ്ധരിച്ചിട്ടുണ്ട്: തീൻ കൊണ്ട് വിവക്ഷ നൂഹ് നബി ജൂതി പർവ്വതത്തിൽ നിർമ്മിച്ച പള്ളിയാകുന്നു, സൈത്തൂൻ കൊണ്ടുദ്ദേശ്യം ബൈത്തുൽ മഖ്ദിസും. എന്നാൽ തീൻ എന്നും സൈത്തൂൻ എന്നും കേൾക്കുന്ന ഒരു സാധാരണ അറബിയുടെ മനസ്സിൽ ഈ അർത്ഥം ഉണരുകയില്ല. ഖുർആനിന്റെ അഭിസംബോധിതർക്ക് തീനും സൈത്തൂനും 2 സ്ഥലനാമങ്ങളാണെന്ന കാര്യം സുപരിചിതവുമായിരുന്നില്ല. എന്നാൽ ഒരു പ്രദേശത്ത് ഏറെ വിളയുന്ന വിളവിന്റെ പേർ ആ പ്രദേശത്തിന് നൽകുന്ന ഒരു സമ്പ്രദായം അറബികളിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. ഈ ശൈലി അനുസരിച്ച് തീൻ,
സൈത്തൂൻ എന്നീ പദങ്ങളുടെ താൽപര്യം അത്തിയും ഒലീവും വളരുന്ന പ്രദേശം എന്നാകാവുന്നതാണ്. സിറിയ ഫലസ്തീൻ മേഖലയാണത്. എന്തുകൊണ്ടെന്നാൽ അക്കാലത്ത് അറബികളിൽ അത്തി, ഒലീവ് എന്നീ വിളകൾക്ക് പ്രസിദ്ധമായ പ്രദേശം അവ രണ്ടുമായിരുന്നു. ഇതാണ് ഇബ്നു തൈമിയ്യ, ഇബ്നുൽ ഖയ്യിം, സമഖ്ശരി, ആലൂസി തുടങ്ങിയ മഹാന്മാർ സ്വീകരിച്ചിട്ടുള്ള വ്യാഖ്യാനം. ആദ്യത്തെ അഭിപ്രായത്തിനാണ് മുൻഗണന നൽകിയിട്ടുള്ളതെങ്കിലും ഇബ്നു ജരീറും ഇവിടെ തീൻ, സൈത്തൂൻ എന്നീ പദങ്ങൾ കൊണ്ട് ഉദ്ദേശ്യം ഈ രണ്ടു വിളകൾ കൂടുതലായി വളരുന്ന പ്രദേശവുമാകാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഹാഫിള് ഇബ്നു കസീറും ഈ വ്യാഖ്യാനത്തെ പരിഗണനീയമായി കണ്ടിരിക്കുന്നു. وطور سينين സീനായിലെ തൂർമലയാണ് സത്യം. വത്തൂരി സീനീൻ എന്നാണ് ആയത്തിലുള്ളത്. സീന ഉപദ്വീപിന്റെ മറ്റൊരു പേരാണ് സീനീൻ. സൈന എന്നും സീന എന്നും സീനീൻ എന്നും അതിനെ വിളിക്കാറുണ്ട്. ഖുർആൻ തന്നെ ഒരിടത്ത് തൂരി സൈനാ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. തൂർമല സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഇപ്പോൾ സീന എന്ന പേരിൽ തന്നെ പ്രസിദ്ധമായിട്ടുള്ളതുകൊണ്ട് നാം തർജ്ജമയിൽ ആ നാമം തന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. وهذا البلد الأمين നിർഭയമായ ഈ മക്ക നഗരമാണ് സത്യം. لقد خلقنا الإنسان في أحسن تقويم മനുഷ്യനെ നാം വിശിഷ്ടമായ ഘടനയിൽ സൃഷ്ടിച്ചിരിക്കുന്നു. അത്തിയും ഒലീവും വളരുന്ന സിറിയ ഫലസ്തീൻ പ്രദേശങ്ങളെയും സുരക്ഷിതമായ മക്ക പട്ടണത്തെയും പിടിച്ചാണയിട്ട് പറയുന്ന സംഗതിയാണിത്. മനുഷ്യനെ വിശിഷ്ട ഘടനയിൽ സൃഷ്ടിച്ചു എന്നതിന്റെ താൽപര്യം ഇതാണ്. അവന് ജീവനുള്ള മറ്റൊരു സൃഷ്ടിക്കും നൽകിയിട്ടില്ലാത്ത ഉയർന്ന നിലവാരത്തിലുള്ള ശരീരവും മറ്റൊരു സൃഷ്ടിക്കും നൽകിയിട്ടില്ലാത്ത ചിന്താശക്തി, ഗ്രാഹ്യത, വിജ്ഞാനം, ബുദ്ധി തുടങ്ങിയ യോഗ്യതകളും നൽകിയിരിക്കുന്നു. മനുഷ്യവർഗത്തിൽ ഈ മികവിന്റെയും തികവിന്റെയും ഏറ്റവും ഉയർന്ന മാതൃക പ്രവാചകവര്യന്മാരാണല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകത്വ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക എന്നതിൽ കവിഞ്ഞ ഒരു പദവി ഒരു സൃഷ്ടിക്കും ലഭിക്കാനില്ല. അതുകൊണ്ടാണ് മനുഷ്യഘടനയുടെ വിശിഷ്ടതയ്ക്ക് സാക്ഷ്യമായി ദേവദൂതന്മാരുമായി ബന്ധപ്പെട്ട സിറിയ ഫലസ്തീൻ പ്രദേശങ്ങളെ പിടിച്ചാണയിട്ടത്. ഇബ്രാഹിം നബി മുതൽ ഈസാ നബി വരെയുള്ള നിരവധി പ്രവാചകന്മാർ നിയുക്തരായ പ്രദേശമാണിത്. മൂസാ നബിക്ക് പ്രവാചകത്വം അരുളപ്പെട്ട സ്ഥലമാണ് തൂർമല. വിശുദ്ധ മക്ക നിർമ്മിച്ചത് തന്നെ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും കരങ്ങളാലാകുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് അറബികളുടെ അതിവിശുദ്ധമായ കേന്ദ്ര നഗരമായി തീർന്നതും. ഇബ്രാഹിം നബി തന്നെ ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നുവല്ലോ: നാഥ, നീ ഇതിനെ ഒരു നിർഭയത്വമുള്ള നാടാക്കേണമേ. ഈ പ്രാർത്ഥനയുടെ അനുഗ്രഹത്താലാണ് അറേബ്യയിൽ സർവത്ര നടമാടിയ അരക്ഷിതാവസ്ഥയ്ക്കിടയിൽ 2.5 സഹസ്രാബ്ദങ്ങളായി ഈയൊരു പട്ടണം മാത്രം സമാധാനത്തിന്റെ കളിത്തൊട്ടിലായി നിലനിൽക്കുന്നത്. അപ്പോൾ വചനത്തിന്റെ സാരം ഇതാണ്: നാം മനുഷ്യനെ അതിവിശിഷ്ടമായ ഘടനയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അവരിൽ പ്രവാചകത്വം പോലുള്ള മഹത്തായ പദവികൾ അലങ്കരിക്കുന്ന മനുഷ്യർ ജന്മം കൊള്ളുന്നു. ثم رددناه أسفل سافلين പിന്നെ നാം അവനെ നീചരിൽ നീചനാക്കി. ഖുർആൻ വ്യാഖ്യാതാക്കൾ പൊതുവിൽ ഇതിന് 2 അർത്ഥങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, നാം അവനെ പടുവാർദ്ധക്യത്തിലേക്ക്, അതായത് അവന് ചിന്തിക്കാനോ ഗ്രഹിക്കാനോ പ്രവർത്തിക്കാനോ കഴിയാത്ത വയോധികാവസ്ഥയിലേക്ക് തള്ളിവിട്ടു. 2, നാം അവനെ നരകത്തിന്റെ ഏറ്റവും താഴ്ന്ന തട്ടിലേക്ക് തള്ളി. പക്ഷെ ഈ സൂറ അവതരിച്ചത് ഏതു സംഗതി സ്ഥാപിക്കാനാണോ ആ സംഗതിക്ക് ഈ 2 അർത്ഥങ്ങളും ന്യായമാകുന്നില്ല. രക്ഷാശിക്ഷകൾ യാഥാർത്ഥ്യമാണെന്ന് സമർത്ഥിക്കുകയാണ് സൂറയുടെ ലക്ഷ്യം. മനുഷ്യരിൽ ചിലർ പ്രായാധിക്യത്താൽ തീരെ ദുർബലമായ അവസ്ഥയിലെത്തുന്നു എന്നത് അതിന് ന്യായമാകുന്നില്ല. രണ്ടാമത്തേതാകട്ടെ പരലോകത്ത് നടക്കുന്ന കാര്യമാണ്. ഇതേ പാരത്രിക രക്ഷാശിക്ഷകൾ ജനങ്ങളെക്കൊണ്ട് അംഗീകരിപ്പിക്കാനാണ് ഈ തെളിവുകളെല്ലാം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതെന്നിരിക്കെ അവരോട് ഇതുതന്നെ ഒരു തെളിവായി ഉന്നയിക്കാൻ കഴിയുന്നതെങ്ങനെ? അതുകൊണ്ട് നമ്മുടെ ദൃഷ്ടിയിൽ സൂക്തത്തിന്റെ ശരിയായ ആശയം ഇപ്രകാരമാകുന്നു: വിശിഷ്ട ഘടനയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തന്റെ ശാരീരിക മാനസിക യോഗ്യതകളെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അള്ളാഹു അവനെ നികൃഷ്ടനാക്കി അധപ്പതിപ്പിക്കുന്നു. മനുഷ്യ സമുദായത്തിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. അത്യാർത്ഥി, സ്വാർത്ഥത, വിഷയാസക്തി, മദ്യാസക്തി, അധമത്വം, വിദ്വേഷം, കോപം തുടങ്ങിയ തിന്മകളിലാണ്ടുപോയവർ
വാസ്തവത്തിൽ ധാർമ്മികമായി നീചരായി തീരുക തന്നെ ചെയ്യും. ഉദാഹരണമായി ഈ ഒറ്റ കാര്യമെടുക്കുക. ഒരു സമുദായം മറ്റൊരു സമുദായത്തോടുള്ള ശത്രുതയിൽ അന്ധരാകുമ്പോൾ സകല മൃഗങ്ങളെയും തോൽപ്പിക്കുന്ന തരത്തിലുള്ള മൃഗീയതയാണ് അവരനുവർത്തിക്കുന്നത്. ഒരു മൃഗം തന്റെ വിശപ്പടക്കാനാണ് മറ്റൊരു മൃഗത്തെ വേട്ടയാടുന്നത്. അവ മൃഗങ്ങളെ കൂട്ടക്കൊല ചെയ്യുകയില്ല. പക്ഷേ മനുഷ്യൻ മനുഷ്യനെ കൂട്ടക്കൊല ചെയ്യുന്നു. മൃഗങ്ങൾ അവയുടെ നഖങ്ങളും പല്ലുകളും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. എന്നാൽ വിശിഷ്ട ഘടനയിൽ ജനിക്കുന്ന മനുഷ്യനോ അവന്റെ ബുദ്ധി ഉപയോഗിച്ച് തോക്കും പീരങ്കിയും ടാങ്കും വിമാനങ്ങളും ആറ്റം ഹൈഡ്രജൻ ബോംബുകളും നിമിഷനേരം കൊണ്ട് നാടും നഗരവും തകർത്ത് തരിപ്പണമാക്കുന്ന മറ്റനേകം ആയുധങ്ങളും കണ്ടുപിടിക്കുന്നു. മൃഗങ്ങൾ പരിക്കേൽപ്പിക്കുകയോ കൊല്ലുകയോ മാത്രമേ ചെയ്യൂ. മനുഷ്യനാകട്ടെ തന്റെ സമസൃഷ്ടികളായ മനുഷ്യരെ ദ്രോഹിക്കാനും പീഡിപ്പിക്കാനും ഒരു മൃഗത്തിനും ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള മർദ്ദനോപാധികളും പീഡനമുറകളും കണ്ടുപിടിക്കുന്നു. പിന്നെ അവൻ തന്റെ വിദ്വേഷത്തിന്റെയും പ്രതികാരത്തിന്റെയും അഗ്നി തണുപ്പിക്കുന്നതിനു വേണ്ടി സ്ത്രീജനങ്ങളെ നഗ്നരാക്കി നടത്തുകയും ഓരോ സ്ത്രീയെയും 10-20 പേരുടെ ആസക്തിക്കിരയാക്കുകയും ചെയ്യുന്നു. പിതാക്കളുടെയും സഹോദരന്മാരുടെയും ഭർത്താക്കളുടെയും മുമ്പിലിട്ട് അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു. മാതാപിതാക്കളുടെ കൺമുമ്പിലിട്ട് മക്കളെ അറുകൊല ചെയ്യുന്നു. പെറ്റ തള്ളമാരെക്കൊണ്ട് അവരുടെ മക്കളുടെ ചുടുചോര കുടിപ്പിക്കുന്നു. മനുഷ്യരെ ജീവനോടെ ചുട്ടരിക്കുകയും ജീവനോടെ കുഴിച്ചുമൂടുകയും ചെയ്യുന്നു. إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്തവരെയൊഴിച്ച് അവർക്ക് നിലയ്ക്കാത്ത പ്രതിഫലമുണ്ട്. ധാർമ്മികമായി അധമരാകുന്നവർ താണുതാണ് നികൃഷ്ടതയുടെ അടിത്തട്ടിൽ എത്തിച്ചേരുന്നത് പരക്കെ കാണപ്പെടുന്ന സംഗതിയാണ്. അതേപ്രകാരം ദൈവത്തിലും പരലോകത്തിലും പ്രവാചകത്വത്തിലും വിശ്വസിക്കുകയും ജീവിതത്തെ സൽക്കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ വാർത്തെടുക്കുകയും ചെയ്യുന്നവർ ഈ അധപതനത്തിൽ നിന്ന് മുക്തരാവുകയും അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച വിശിഷ്ട ഘടനയിൽ തന്നെ നിലകൊള്ളുകയും ചെയ്യുന്നു. ഇതെക്കാലത്തും പൊതുവിൽ പ്രകടമായ സംഗതിയാകുന്നു. അതുകൊണ്ട് അവർ നിലയ്ക്കാത്ത പ്രതിഫലത്തിന് അർഹരായിത്തീരുന്നു. فما يكذبك بعد بالدين. പ്രവാചകരെ, രക്ഷാശിക്ഷകളുടെ കാര്യത്തിൽ ഇനിയും താങ്കളെ തള്ളിപ്പറയാൻ ആർക്കു കഴിയും? ഈ സൂക്തത്തിന് മറ്റൊരു തർജ്ജമ ഇങ്ങനെയുമാകാം: മനുഷ്യ, അതിനുശേഷം രക്ഷാശിക്ഷകളെ തള്ളിപ്പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന സംഗതി എന്താണ്? രണ്ടു രൂപത്തിലും ആശയമൊന്നു തന്നെയാണ്. വിശിഷ്ട ഘടനയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരിൽ ഒരു വിഭാഗം ധാർമ്മിക അധപതനത്തിന്റെ അടിത്തട്ടിലെത്തിച്ചേരുക, മറ്റൊരു വിഭാഗം സത്യവിശ്വാസവും സൽക്കർമ്മവും കൈക്കൊണ്ട് ഈ പതനത്തിൽ നിന്ന് രക്ഷപ്പെടുക. മനുഷ്യന്റെ വിശിഷ്ടമായ സൃഷ്ടി ആവശ്യപ്പെടുന്ന അവസ്ഥയിൽ തന്നെ നിലകൊള്ളുക. ഇതെല്ലാം മനുഷ്യ സമൂഹത്തിൽ പരസ്യമായി കാണപ്പെടുന്ന സംഗതിയാണ്. ഇത് കണ്ട ശേഷം മനുഷ്യന് രക്ഷാശിക്ഷകളെ തള്ളിപ്പറയാൻ കഴിയുന്നതെങ്ങനെയാണ്? ഈ രണ്ടു വിഭാഗം മനുഷ്യരുടെയും പര്യവസാനം ഒരുപോലെയായിരിക്കുമെന്നാണോ അവന്റെ ബുദ്ധി പറയുന്നത്? أليس الله بأحكم الحاكمين. വിധികർത്താക്കളിൽ ഏറ്റവും മികച്ച വിധികർത്താവ് അല്ലാഹുവല്ലയോ? ഈ ലോകത്തെ കൊച്ചു കൊച്ചു ന്യായാധിപന്മാർ പോലും നീതി പാലിക്കണമെന്ന് നിങ്ങൾ ആശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. കുറ്റവാളികളെ ശിക്ഷിക്കണമെന്നും ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് സമ്മാനമേകണമെന്നും ആഗ്രഹിക്കുന്നു. എന്നിരിക്കെ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? അവൻ ന്യായാധിപന്മാരിൽ ഏറ്റവും ഉന്നതനായ ന്യായാധിപനല്ലേ? അവൻ അത്യുന്നതനായ വിധികർത്താവാണെന്ന് അംഗീകരിക്കുന്നുവെങ്കിൽ പിന്നെ അവൻ നീതി ചെയ്യില്ല എന്ന് നിങ്ങൾ കരുതുന്നത് എന്തുകൊണ്ടാണ്? അവൻ നന്മയെയും തിന്മയെയും ഒരുപോലെയാക്കി കളയുമെന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അവന്റെ ലോകത്ത് അതിദുഷ്ടമായ കർമ്മങ്ങൾ ചെയ്തവരും അത്യുത്കൃഷ്ടമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചവരും ഒരുപോലെ മരിച്ചു മണ്ണായി പോകുമെന്നും ആർക്കും ദുർവൃത്തികൾക്ക് ശിക്ഷയും സൽക്കർമ്മങ്ങൾക്ക് സദ്ഫലവും ലഭിക്കുകയില്ലെന്നുമാണോ നിങ്ങൾ കരുതുന്നത്?